ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ വീട്ടിൽ പപ്പയെ കാണാൻ വേണ്ടിയിട്ട്, ഇത് പപ്പയുടെ സിസ്റ്ററാണ് കേട്ടോ, ചാച്ചി. പപ്പയെ കാണാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്നും ചാച്ചി സിസ്റ്റർ വന്നത് ആന്ധ്രയിൽ നിന്നാണ് കേട്ടോ. അവരെല്ലാവരും വന്നിട്ട് പപ്പയെ കാണുന്ന ഒരു എന്താ പറയുക, ഒരു മുഹൂർത്തമാണ് കേട്ടോ ഇത്. അപ്പം പപ്പയ്ക്ക് കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം അവർക്കും തീരെ വയ്യായിരുന്നു. പക്ഷെ എന്നാലും പപ്പയെ കാണാനുള്ള ആഗ്രഹം കാരണം അവർ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് അച്ചായനാണ്, പപ്പയുടെ മൂത്ത ഒരു പെങ്ങളുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഇതാണ് ആൻറ്റിയും. അവർക്കൊന്നും രണ്ടല്ല, അവർ 4 പേരും ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ. ചേട്ടനും അനിയനുമാണ് ചേട്ടത്തിനും അനിയത്തിനെയും കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവരാണ് മൂത്തവർ കേട്ടോ. അപ്പോൾ അവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ക്ഷീണമായിരുന്നു. ഇവരുടെ കൂടെ ഇരിക്കുന്നത് ഒരു പാപ്പനാണ്. പപ്പ ചെസ്സ് കളി കണ്ടപ്പോൾ പപ്പയുടെ പകുതി ക്ഷീണവും പോയി. അത്യാവശ്യം ഒന്ന് ഉഷാറായി എണീറ്റിരുന്ന് നോക്കുന്നൊക്കെയുണ്ട്. വകുപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ചെസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയായിരുന്നു. പപ്പയുടെ ചേട്ടന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും റെഡിയായി. അപ്പം എല്ലാവരെയും ഫോട്ടോയിലേക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഹളമാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഞാനവിടെ ഇരിക്കാം, അല്ലെങ്കിൽ പിള്ളേർ സെറ്റിനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോഴേക്കും അവർക്കൊക്കെ ആകെ ബഹളം. അവരോട് പറഞ്ഞാൽ പുറകിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം. അപ്പം ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിസ്റ്റർ ഉണ്ടല്ലോ, ചാച്ചിയുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു 8-ാം തീയതി. അപ്പം നമ്മൾ അതും കൂടെ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അതിങ്ങനെ എല്ലാവർക്കും വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയം.